അബിയേട്ടാ, എനിക്കിപ്പോ ബിരിയാണി വേണം. ഈ രാവിലെ തന്നെയോ? ബിരിയാണിക്ക് അങ്ങനെ നേരം കാലൊക്കെ ഉണ്ടോ? ഈ രാവിലെ തന്നെ എവിടുന്നാ ബിരിയാണി കിട്ടുക? എനിക്ക് അബിയേട്ടൻ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കിത്താ. എടോ, എനിക്ക് അതിനെ വേവൊന്നും അറിയില്ല, ഞാൻ ഉണ്ടാക്കിയ ശരിയാവില്ല. അതിനെ ക്വാളിറ്റി ഉള്ള അരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേവൊക്കെ കറക്റ്റ് ആവും. അരിയിൽ അങ്ങനെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ? എന്നാ ഒന്ന് കാണിച്ചുണ്ടാ. ഇതാ റോസ് ബ്രാൻഡിന്റെ കൈമ റൈസ്. ഇത് വെച്ചുണ്ടാക്കിയാലേ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ ഞാൻ കൈ നോക്കാം. ഏട്ടൻ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരാ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ബിരിയാണി സെറ്റ് ആവണമെങ്കിൽ അതിന്റെ റൈസ് അടിപൊളിയായിരിക്കണം. പിന്നെ പരിപാടി ഇപ്പൊ സിമ്പിൾ ആയല്ലോ. നമ്മളെ റോസ് ബ്രാൻഡ് അവരുടെ കൺസ്യൂമർ ബാഗ് ഇറക്കിയോണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റോസിനോട് ബൈ ബൈ. 1 kg റോസ് ബ്രാൻഡിന്റെ ഈ ഒരു കൺസ്യൂമർ ബാഗ് എന്റെ സ്റ്റൈലോടെ മാറ്റി വെച്ചിട്ട് പാക്കറ്റിന്റെ മുകളിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വെച്ച് ഞാൻ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. റൈസ് വേവിക്കാൻ വെച്ച് സെയിം ടൈം മസാല ഉണ്ടാക്കല്. അടുപ്പിൽ വെച്ചുണ്ടാക്കുമ്പോണ്ടല്ലോ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. പിന്നെ ദമ്മ ചെയ്ത ബിരിയാണി എത്ര പേർക്ക് ഇഷ്ടം താഴൊന്നും കമന്റ് ചെയ്താൽ. മുക്കാ ഭാഗം വെന്തിട്ടുള്ള റൈസ് ആ ചിക്കന്റെ മുകൾക്കിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്,